ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്, കഅബത്തിന്റെ മൂലയിലാണ് കേട്ടോ. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല് എന്ന് അർത്ഥം. ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കല് ശക്തിയായ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ചുംബിക്കും ചെയ്തു. ഹജറുൽ അസ്വദ് കല്ലാണ്, അത് സാധാരണ കല്ലല്ല. എവിടുന്ന് കൊണ്ട കല്ല? സ്വർഗത്തിന്ന് കൊണ്ടെന്ന കല്ലാണ്, ഭൂമിയിലെ കല്ലല്ല. ഹജറുൽ അസ്വദ് സ്വർഗത്തിന്ന് കൊണ്ടെന്ന കല്ലാണ്. ആ കല്ല് അല്ലാഹു ബഹുമാനിച്ച കല്ലാണ്. ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള നബിമാരൊക്കെ ആ കല്ലിനെ ചുംബിച്ചിട്ടുണ്ട്. ലോകത്ത് 1,24,000-ത്തിലധികം നബിമാര് വന്നിട്ടുണ്ട്. അതിലെല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാത്ത ഒരു നബിയും അല്ലാഹു പറഞ്ഞയച്ചിട്ടില്ല. ആ നബിമാരൊക്കെ ഈ ഹജറുൽ അസ്വദ് ചുംബിച്ചവരാണ്. മുത്തുനബി ചുംബിച്ചു. മാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറക്ക് ചെന്നപ്പോ ഹജറുൽ അസ്വദിന്റെ നേരെ നിന്നുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇശാറത്താക്കിയ കൈയൊന്നു ചുംബിച്ചിട്ട് നേരെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിന്റെ മുന്നിൽ ചെന്നിട്ട് ആ കല്ലിനെ പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയാണ്, കല്ലേ കല്ലേ, നീ ഒരു കരിങ്കല്ലാണെന്ന് ഉമറിനറിയാം. കരിങ്കല്ലിനെ റെസ്പെക്ട് ചെയ്യാൻ ഉമറിന്റെ ഖൽബ് സമ്മതിക്കൂല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് നിനക്ക് കൈകൊണ്ട് ഇശാറത്താക്കിയിട്ട് ആ കൈ ചുംബിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ള ചുംബിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ ബഹുമാനിച്ചേ പറ്റൂ. അത് കല്ലായാലും മണ്ണായാലും മരായാലും ഇരുമ്പായാലും ചെമ്പായാലും അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അതാണ് ഇസ്ലാം. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അല്ലാഹുവിന്റെ റസൂല് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. ഇസ്ലാം അതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. വേറെ ഒരു കല്ലുണ്ട് മോനെ, ഇങ്ങോട്ട് ബിദഅകൾ. ഞാൻ പേരൊന്നും പറയുന്നില്ല. പുതിയ വാദം ഉന്നയിക്കുന്ന ആൾക്കാർ പറയും ഈ സുന്നികളിവിടെ ശിർക്ക് പ്രചരിപ്പിക്കാൻ നടക്കുകയാണ്. കണ്ടോടത്തൊക്കെ ഉറൂസ് മജ്ലിസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ വസ്വാസിലാക്കിയിട്ട് അവർ അബദ്ധ വിശ്വാസത്തിലേക്ക് കൊണ്ട് ജനങ്ങളുടെ ഈമാൻ തകരാറിലാക്കാണ്. അള്ളാഹുവിനെ മാത്രമേ ബഹുമാനിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വന്ദിക്കാൻ പാടുള്ളൂ, വേറെ ഒന്നിനും പാടില്ല. അല്ലാഹ് പറയണോ നിങ്ങൾ ഹജറുൽ അസ്വദ് ചുംബിക്കണം. അല്ലാഹ് പറയണോ, ഖുർആനിൽ അല്ലാഹ് പറയണോ, മഖാമു ഇബ്രാഹീമ മുസല്ല വഅഹദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തഹിറാ ബൈതിയ ലിത്വായിഫീന വൽആഖിഫീന വറുക്കഇ സുജൂദ്. നിങ്ങൾ തവാഫ് കഴിഞ്ഞാൽ 7 വട്ടം കഅബനെ തവാഫ് ചെയ്തതിന്റെ ശേഷം 7ാമത്തെ തവാഫ് കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കണം. വാട്ട് ഈസ് ദ മഖാമു ഇബ്രാഹീം? എന്താ മോനെ മഖാമു ഇബ്രാഹീം? മഖാമു ഇബ്രാഹീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, കഅബത്തിന്റെ മുമ്പിൽ സ്വർണത്തിന്റെ ഒരു കൂട്ടില് അതിന്റെ ഉള്ളിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് മൊത്തം സ്വർണം കവചം ചെയ്ത കല്ലാണ്. ആ കല്ലിന്റെ മുകളില് ഒരു മനുഷ്യന്റെ കാലിന്റെ പാദം പതിഞ്ഞു കിടക്കുന്ന കല്ലാണ്. ഒരു കാൽപാദത്തിന്റെ അടയാളം ആ കല്ലിന്റെ മുകളിൽ പോയൊക്കെ കാണാം. അതാരുടെ കാൽപാദമാണ്? കഅബാലയം പുനർനിർമ്മാണം ചെയ്ത 4500 കൊല്ലം മുമ്പ് കഅബ പുനർനിർമ്മാണം ചെയ്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ പാദം പതിഞ്ഞു കിടക്കുന്ന കല്ലാണ് മഖാമു ഇബ്രാഹിം. കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അല്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോകല്ലേ. ചിലർ പറയാറുണ്ട് കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ല, നോ. ആദം നബി അല്ല കഅബ ഉണ്ടാക്കിയത്. അമ്പിയാക്കളുടെ ഒക്കെ മുമ്പ് അവിടെ കഅബ ഉണ്ടായിരുന്നു. അവിടെ മലായിക്കത്ത് തവാഫ് ചെയ്തതായി കിതാബുകളിൽ കാണാം കേട്ടോ. കഅബ നിൽക്കുന്നത് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ ചോട്ടിലാണ്. കഅബന്റെ നേരെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ് നിൽക്കുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കഅബ. ഇന്ന അവ്വല ബൈത്തിൻ ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. മനുഷ്യരാരാധിക്കാൻ, മുസ്ലിങ്ങൾക്ക് ആരാധിക്കാൻ എന്നല്ല പറഞ്ഞത്, മനുഷ്യൻ ആരാധിക്കാൻ അല്ലാഹു തആല ഭൂമിയിൽ പണിത ആദ്യത്തെ ദേവാലയം കഅബയാണ്. ദി ഫസ്റ്റ് ചർച്ച് കഅബ, ദി ഫസ്റ്റ് ടെമ്പിൾ കഅബ, ദി ഫസ്റ്റ് മോസ്ക് കഅബ. എല്ലാത്തിലും ഒന്നാമത് കഅബയാണ്. കഅബയുടെ മുമ്പ് ഇവിടെ ഒരു ആരാധനാലയം ലോകത്തില്ല. ഒന്നാമത്തത് കഅബയാണ്.
ആ കഅബ സുബ്ഹാനല്ലാഹ്. അതിന്റെ മുമ്പില് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞു കിടക്കുന്ന ഒരു കല്ല്, കരിങ്കല്ലിന്റെ മുകളിൽ ഇബ്രാഹിം നബിയുടെ കാല്. എന്നിട്ട് ഹജ്ജിന് പോണവരോട് ഉംറക്ക് പോണവരോട് അല്ലാഹ് പറയാ, നിങ്ങൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാലേ ഇബ്രാഹിം നബിയുടെ കാലിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. എന്തിനെ? കഅബത്തിന്റെ പിന്നിൽ പറഞ്ഞാ പോരെ അല്ലാഹ്ക്ക്? അല്ലാഹ് പറയണു, ഞാൻ ബഹുമാനിച്ച ഇബ്രാഹിമിനെ ഞങ്ങളും ബഹുമാനിക്കണം, ഞാൻ ബഹുമാനിച്ച ഇബ്രാഹിം നബിനെ നിങ്ങൾ ബഹുമാനിക്കണം. ഇബ്രാഹിം ഖബറിലാണ്. ഇബ്രാഹിം നബിയുടെ ഖബർ കിടക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. ബൈത്തുൽ മുഖദ്ദസിലാണ്. ആ ഇബ്രാഹിം നബിയുടെ കാല് പതിഞ്ഞു കിടക്കുന്ന കല്ല് കിടക്കുന്നത് കഅബത്തിന്റെ മുന്നിലാണ്. അതിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കൽ ശക്തിയായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പൊ കല്ലിനെ ബഹുമാനിക്കുന്നു ഇവിടെ, ഹജറുൽ അസ്വദ് ചുംബിക്കുന്നു ഇവിടെ. അല്ലാഹ് ബഹുമാനിച്ചത് കല്ലായാലും മനുഷ്യനായാലും മണ്ണായാലും ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവ ഇസ്ലാം എന്ന ഔട്ടാണോ? നീ ഖുർആൻ തന്നെ നിങ്ങൾ നോക്ക്. അൽ കഹഫ് സൂറത്ത് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരുപാട് ചരിത്രങ്ങളുടെ കലവറയാണ്. വെള്ളിയാഴ്ച പകലും രാവും ഓതൽ ശക്തിയായ സുന്നത്തുള്ള സൂറത്താണ് അൽ കഹഫ്. അതിലൊരു വലിയ ചരിത്രം പറയുന്നുണ്ട്. അൽ കഹഫ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് പറയും? ഒരു ഗുഹയുടെ പേരാണിത്. ഇപ്പൊ ഈ ഗുഹ കിടക്കുന്നത് ഡമാസ്കസിലാണ്. അൽ കഹഫ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുത്ത ഒരു സംഘം ഔലിയാക്കള് അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന അക്രമിയായ രാജാവിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാട് വിട്ടോടിയപ്പോ അവരൊരു ഗുഹയിൽ പോയി ഒളിച്ചു. ആ ഗുഹയുടെ പേരാണ് അൽ കഹഫ്. ആ ഗുഹയുടെ പേരാണ്. എന്നൊരു സൂറത്തിന്റെ പേര്, ഖുർആനിലൊരു സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ കഹഫ് എന്നാണ്. ഈ അൽ കഹഫിൽ ഗുഹയിൽ ഒളിച്ചുപോയ ഗുഹാനിവാസികളായ ഔലിയാക്കളുടെ ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഈ ഗുഹാമുഖത്തേക്ക് ഈ അൽ കഹഫിന്റെ ഔലിയാക്കൾ കയറുമ്പോ ഒരു നായ അവരെ പിന്തുടർന്നു. കൽബുഹു ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ഒരു നായ അവരെ പിന്തുടർന്നു. ഷാഫി മദ്ഹബില് നായ ശക്തിയായ നജസാണ്. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. എന്നാൽ മാലിക്കി മദ്ഹബിൽ മസ്അല വേറെയാണ്, ഹംബലി മദ്ഹബിൽ മസ്അല വേറെയാണ്, ഹനഫി മദ്ഹബിൽ മസ്അല വേറെയാണ്. ഷാഫി മദ്ഹബിൽ കടുത്ത നജസാണ് നായ. തൊട്ടാൽ 7 വട്ടം കഴുകണം, അതിലൊരു പ്രാവശ്യം മണ്ണിട്ട് കഴുകണം. അങ്ങനത്തെ നായ ഈ ഔലിയാക്കൾക്ക് ആരും പറയാതെ സ്വയം പ്രൊട്ടക്ഷൻ കൂടി ഇവര് അൽ കഹഫിലേക്ക് അഭയം തേടിയ ഔലിയാക്കൾ ഉറങ്ങുമ്പോ ആ നായ 2 കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ഗുഹാമുഖത്ത് കിടന്നിട്ട് ഔലിയാക്കൾക്ക് കാവലിരുന്നു. 300 ചില്ലാനം കൊല്ലം ആ ഗുഹാനിവാസികൾ അവിടെ കിടന്നുറങ്ങി. 300 ചില്ലാനം കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു അവരെ വീണ്ടും ഉണർത്തിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ കൂടെ വന്ന നായ എവിടെ? നിങ്ങൾ കുടിക്കാൻ പോകുന്ന ഭക്ഷണം എവിടെ? നിങ്ങൾ സഞ്ചരിച്ച കുതിരകൾ എവിടെ? നോക്കുമ്പോ അതൊക്കെ മണ്ണായി പോയിരിക്കുന്നു. ഞാൻ ആ ചരിത്രത്തിന്റെ പാശ്ചാത്തലത്തിലേക്ക് പോകുകയല്ല, വലിയ ചരിത്രമാണ്, അതിന്റെ കണ്ടന്റ് മാത്രം പറയാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, 7 ജീവികൾ നാളെ സ്വർഗത്തിൽ കടക്കുള്ളൂ. ജീവികളുടെ കൂട്ടത്തിൽ നേണേ കിടക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നായും പൂച്ചയും പട്ടിയും ആനയും സിംഹവും കടുവയൊന്നും സ്വർഗത്തിൽ ഉണ്ടാവില്ല, അവർ നരകത്തിലും ഉണ്ടാവില്ല. അത് മഹ്ശറയിൽ വെച്ച് വിചാരണ തീർന്നാൽ അവരോട് അല്ലാഹു പറയും, ഖുനൂ തുറാബ, നിങ്ങളൊക്കെ മണ്ണായിക്കോ, മണ്ണായിക്കോ. എല്ലാവരും മണ്ണായി പോകും. എന്നാൽ 7 ജീവികൾ സ്വർഗത്തെ കടക്കും, അവര് മണ്ണാവില്ല. അതിലൊരു ജീവി സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം സ്വർഗത്തിലാണ്. ഖുർആനിൽ പറഞ്ഞ ചരിത്രമാണ്, ദീർഘമായത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോണില്ല. വേറെ ഒരു ജീവി സ്വർഗത്തിൽ കടക്കുന്ന ജീവി ഏതാണെന്നറിയോ? മറ്റൊരു ജീവി നേരത്തെ പറഞ്ഞ അൽ കഹഫ് ഔലിയാക്കൾക്ക് കാവലിരുന്ന നായയാണ്. നായ നിസ്കരിച്ചിട്ടാണോ സ്വർഗത്തിലെത്തുന്നത്? നായ ഹജ്ജ് ചെയ്തിട്ടാണ്, സകാത്ത് കൊടുത്തിട്ടാണോ, സദഖ കൊടുത്തിട്ടാണോ? അല്ല. നായ സ്വർഗത്തിലെത്താനുള്ള കാരണം നായ ചെയ്ത ഇബാദത്ത്. ഖുർആൻ പറഞ്ഞു, വകൽബുഹു, ആ നായ ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്,
ചെയ്ത് അതിന്റെ 2 കൈകാലികൾ നിവർത്തി വെച്ചിട്ട് ഗുഹാമുഖത്ത് കാവലിരുന്നു പ്രൊട്ടക്ഷൻ കൊടുത്തു. ഔലിയാക്കളെ പ്രിയം വെച്ച നായ സ്വർഗത്തിലാണോ? ഔലിയാക്കളെ പ്രിയം വെച്ച നായ സ്വർഗത്തിലാണോ? എങ്കിൽ പിന്നെ ഫാറൂഖ് ഉസ്താദ് സ്വർഗത്തിൽ കിടക്കൂലേ? ഞാൻ അങ്ങോട്ട് പറയാനാ ഇതൊക്കെ കൊണ്ടുവന്നത്. ഫാറൂഖ് ഉസ്താദ് എന്ന് പറഞ്ഞാൽ മുഹിബ്ബുൽ ഔലിയാണ്. ഔലിയാക്കളെ പ്രിയം വെച്ച മുഹിബ്ബാണ്. അല്ലാഹ് ഒരുപാട് പറയാനുണ്ട്. എനിക്കിന്ന് ദീർഘമായി പ്രസംഗിക്കാൻ ചെറിയ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ കൂറ്റമ്പാറ ഉസ്താദ് നർമ്മത്തിൽ മർമ്മം കലർന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം എത്തുന്നാണ് പ്രതീക്ഷ ഇൻഷാ അല്ലാഹ്. അതുപോലെ ജിഫരി തങ്ങൾ കല്ലടിക്കോട് തങ്ങൾ അവരുകള് ഇവിടെ ദ്വാരക്കാനുണ്ട്. പിന്നെ കുത്തുബിയത്തുണ്ട്. ഫാറൂഖ് ഉസ്താദിനെ അള്ള ബഹുമാനിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മൂപ്പര് മുഹിബ്ബുൽ ഔലിയാണ്. മുഹിബ്ബുൽ ഔലിയ. ഞാൻ അടുത്ത ദിവസം കടങ്ങൂർ മക്കാം ഷരീഫിൽ നടന്ന സലാത്തിന്റെ മജ്‌ലിസിൽ ഈ ഉറൂസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ചെറിയൊരു വാക്ക് ഫാറൂഖ് ഉസ്താദിനെ പറ്റി പറഞ്ഞിരുന്നു. എനിക്ക് 16 വയസ്സ് പ്രായമുള്ളപ്പോഴേ ഫാറൂഖ് ഉസ്താദിനെ എനിക്കറിയാം. എനിക്ക് 60 വയസ്സായി. 16 വയസ്സിൽ ഫാറൂഖ് ഉസ്താദ്, ഞാൻ ഈ പന്നിത്തടത്താണ് 7 കൊല്ലം ദർസിൽ പഠിച്ചത്. ഈ പന്നിത്തടം ജുമാഅത്ത് പള്ളിയിലാണ് ഞാൻ 1984 മുതൽ 90 വരെ ഈ ജുമാഅത്ത് പള്ളിയിൽ ഒരു മുത്തഅല്ലിമായിരുന്നു. നേരത്തെ ഇവിടെ അഷ്റഫ് ഉസ്താദ് പേര് പറഞ്ഞില്ലേ? മഹാനായിരിക്കുന്ന അബൂബക്കർ ഉസ്താദ് AK അബൂബക്കർ മുസ്ലിയാർ കൊപ്പം ഉസ്താദ് ഒരു വലിയായിരുന്നു. അധികം ആൾക്കും അറിയില്ല ആരാണ് കൊപ്പുസ്താദ്. സുബ്ഹാനല്ലാഹ്, ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യൻ. ഒരാളെ പറ്റിയും കൊപ്പുസ്താദ് ഒരു അനാവശ്യം പറയുന്നത് ഒരു മനുഷ്യനും കേട്ടിട്ടില്ല. ഒരു കുഞ്ഞേ കുട്ടി കൊപ്പുസ്താദിന്റെ അടുത്ത് ചെന്നാൽ ആ കുട്ടിയുടെ കൈ ഉസ്താദ് പിടിച്ചു മുത്താലിമാണെങ്കിലും അല്ലെങ്കിലും ഉമ്മോക്കും. ഏതൊരു മനുഷ്യരെ കണ്ടാലും വളരെ തഅദീമോടെ സംസാരിക്കും കേട്ടോ. അത്ര വലിയ ഇൽമിന്റെ ബഹറാണ് കൊപ്പ ഉസ്താദ്. മഹാനായ വലിയുല്ലാഹി അന്ത്രുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീദ് മഹാനവർകൾ ഒരിക്കൽ കൊപ്പം അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ നിങ്ങൾ ഏതൊക്കെ കിതാബാ ദർസ് നടത്തുക? ഏതൊക്കെ? ബൈലാവി, ജമ്മ്, ഖാദി, മുല്ലാസൻ, ബുഖാരി, മുസ്ലിം, അങ്ങനെ വലിയ വലിയ കിതാബുകൾ ഇതൊക്കെ നിങ്ങൾ ദർസ് നടത്തുക ചോദിച്ചു. കൊപ്പുസ്താദ് അന്ത്രുപ്പാപ്പ വലിയുല്ലാഹി ഔലിയാക്കളിൽപ്പെട്ട അന്ത്രുപ്പാപ്പാട് കൊപ്പം അബൂബക്കർ ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മഹാനവർകളെ, വെളുത്ത കടലാസില് കറുത്ത മഷി കൊണ്ട് അറബിയിൽ എഴുതിയ ഏത് കിതാബും ഞാൻ ദർസ് നടത്തും. അല്ലാഹ്, ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദിന്റെ പ്രധാന ശിഷ്യനാണ് AP ഉസ്താദ്, ബഹുമാനപ്പെട്ട കൊപ്പ ഉസ്താദ്. ഞാൻ മുത്തഅല്ലിമാകുമ്പോ എന്നെ കൊണ്ടുപോയി വലിയുല്ലാഹി കക്കടിപ്പുറ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് ഇജാദത്ത് വാങ്ങിച്ചു തന്നത് എന്റെ കൊപ്പ ഉസ്താദാണ്. ഞാൻ മുത്തഅല്ലിമാകുമ്പോ OK ഉസ്താദിനെ ഒന്ന് പരിചയപ്പെടുത്താം. ബഹറുൽ ഉലൂമാണ് നേരത്തെ ഇവിടെ പറഞ്ഞ AP ഉസ്താദിന്റെ ഉസ്താദാണ്. ജിഫിരി തങ്ങടി ഉസ്താദിന്റെ ഉസ്താദാണ്. ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മൗലവിമാരെ തങ്ങന്മാരുടെ ഉസ്താദുള്ള സാത്തീദാണ് ബഹറുൽ ഉലൂം OK ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ. ആ മഹാനവർകളെന്ന് ഞാൻ പന്നിത്തടത്ത് ഓതുന്ന കാലത്ത് കിഴക്കേപ്പുറം രണ്ടത്താണി കിഴക്കേപ്പുറത്ത് ദർസ് നടത്തുകയാണ്. ഉസ്താദ് പറഞ്ഞു, നമുക്ക് OK ഉസ്താദിനെ ബഹറുൽ ഉലൂമിനെ ഒന്ന് പോയി കാണാം, എന്നെയും കൂട്ടി നിനക്കൊന്ന് ദ്വാരപ്പിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഞങ്ങൾ ബസ് കയറിയിട്ടാണ് പോയത്. അങ്ങനെ കിഴക്കേപ്പുറം രണ്ടത്താണി ജുമാഅത്ത് പള്ളിയിൽ ചെന്നപ്പോ അവിടെ OK ഉസ്താദ് ദർസ് നടത്തുകയാണ്. ഏത് കിതാബാണ്? ജംബുൽ ജവാമി 2 എന്ന കിതാബാണ് ദർസ് നടത്തുന്നത്. ആ ദർസ് നടക്കുമ്പോ ഉസ്താദ് പറഞ്ഞു, നമ്മളിപ്പോ ഒന്നും മുണ്ടണ്ട, നമ്മൾ ഈ ദർസിൽ അങ്ങ് കൂടുക. പിറകിലെ സഫിൽ ഞാനും ഉസ്താദ് ഇരുന്നു, മറ്റുള്ളവരുടെ കൂടെ കിതാബ് നോക്കി ഉസ്താദിന്റെ ദർസിൽ പങ്കെടുത്തു. ദർസ് കഴിഞ്ഞപ്പോ OK ഉസ്താദിന് ചില ആദത്തുകളുണ്ട്, അത് നിർവഹിക്കാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് അങ്ങ് OK ഉസ്താദ് ഇറങ്ങി. അപ്പൊ എന്റെ ഉസ്താദായ കൊപ്പ ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ആദത്ത് എനിക്കറിയാം, വായിന്റെ കൂടെ വാ. ഉസ്താദ് എന്നെ കൊണ്ടുപോയി ആ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി OK ഉസ്താദിന്റെ അടുത്ത് എന്ന് സലാം പറഞ്ഞപ്പോ ശൈഖുനാ OK ഉസ്താദ് അവിടുന്ന് ഓടി വന്ന് കൊപ്പ ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് പറയാണ്, എന്റെ ഔക്കുറുട്ടി വന്നിട്ടുണ്ടല്ലോ, എന്റെ പൊന്നുമോന് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് എനിക്ക് OK ഉസ്താദും അതുപോലെ കൊപ്പ ഉസ്താദും തമ്മിലുള്ള ബന്ധം മനസ്സിലായത്. അപ്പോഴാണ് എൻ്റെ ഉസ്താദ് പറയാണ്,
അതേ മഹാനായ ഓക്കെ ഉസ്താദ് പറയാണ്, 7 കൊല്ലം എനിക്ക് ഖിദ്മ ചെയ്ത പൊന്നുമോനാണ് ഇവൻ. ഇവന് ഇൽമുണ്ട്, ഹിക്മത്തുണ്ട്, എല്ലാ കിതാബും ഇവന് എക്സ്പെർട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ശൈഖുന, ഞാൻ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇപ്പൊ ജമ്മു വരെ ഓതിയിട്ടുണ്ട്. ഇവിടെ വന്ന് ജമ്മു 2 ദർസിൽ കൂടി എനിക്ക് ഇവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കണം. എനിക്കൊരവസരം തരുമോ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ബഹറുല്ലുലൂ ഉസ്താദുൽ അസാത്തീദ് ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ അതാവശ്യമില്ല, കാരണം എല്ലാം ഞാൻ അബൂബക്കറിന് കൊടുത്തിട്ടുണ്ട്. നീ അവന്റെ അടുത്തുനിന്ന് എല്ലാ കിതാബും ഓതിയിട്ട് നല്ല കോളേജിൽ പോയിട്ട് നീ സനത് വാങ്ങിച്ചോ. സുഹൃത്തുക്കളെ, ആ കൊപ്പ ഉസ്താദ് എപ്പോഴും ഫാറൂഖ് ഉസ്താദിനെ പറ്റി പറയാറുള്ളത് മുഹിബ്ബുൽ ഔലിയാ. ഞാൻ കൊപ്പ ഉസ്താദിന്റെ ദർസിലോതുന്ന കാലത്താണ് ഫാറൂഖ് ഉസ്താദുമായി ബന്ധപ്പെടുന്നത്. ഏത് സമയത്ത് വന്ന് അദ്ദേഹം തിരക്ക് പിടിച്ച കച്ചവടക്കാരനാണ്. അന്ന് അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്നത് ഉമറുൽ ഫാറൂഖ് എന്നല്ല, ഓമന പേരാണ് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ കുഞ്ഞുമോൻ, ഞങ്ങളൊക്കെ കുഞ്ഞുമോനിക്കാന്നാണ് വിളിക്കുക. നാട്ടുകാർ ഓമന പേരാണ് കുഞ്ഞിമോൻ. കുഞ്ഞിമോൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യാ ബുനയ്യ, കുഞ്ഞുമോനെ. ഒറിജിനൽ പേര് ഉമറുൽ ഫാറൂഖ്, വാപ്പിമ്മിട്ട പേര് ഒറിജിനൽ. പക്ഷെ നാട്ടുകാരിട്ട ഓമന പേര് കുഞ്ഞിമോൻ. ഒരു കുഞ്ഞുമോനെ തന്നെ. ആ കുഞ്ഞുമോനായ ആ കുഞ്ഞുമോനിക്കാനെ 80കളുടെ അവസാന പാരജമ്യതയിൽ ഞാൻ കാണുമ്പോ കുന്നംകുളത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിലെ 1-ാം നമ്പർ ബിസിനസ്സുകാരൻ, ഗോവ, മംഗലാപുരം, അതുപോലെ ഉള്ളാളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് 8, 10, 20, 25 ലോറികൾ, വലിയ വലിയ ലോറികൾ മീനുകൾ വരുമ്പോൾ ഒരു ലോറി അങ്ങട്, ഒരു ലോറി ഇങ്ങട്, 10 ലോറി ഇങ്ങട്, 4 ലോറി അങ്ങട്. അത് വിളിച്ചതിന്റെ ഹോൾസെയിൽ ഡീലറാണ്. റീറ്റെയിൽ കച്ചവടം വേറെ, ഹോൾസെയിൽ കച്ചവടം വേറെ. ഒരു ദിവസം ലക്ഷങ്ങളുടെ വരുമാനമുള്ള ജഗകോടീശ്വരനായ ആളായിരുന്നു മഹാനായിരിക്കുന്ന ഫാറൂഖ് ഉസ്താദ് എന്ന് പറയുന്ന കുഞ്ഞുമോനിക്ക. ആ വലിയ വരുമാനം കിട്ടുമ്പോഴും ഒരു വഖത്ത് നിസ്കാരം അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കൂല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കൂല. നിസ്കാരം മാത്രമല്ല, ഔറാദുകളൊന്നും ചെല്ലാതെ ഉറങ്ങൂല. എനിക്ക് എത്രയോ അനുഭവമുണ്ട്. ഞാൻ നേരത്തെ അഷ്റഫ് ഉസ്താദ് പറഞ്ഞില്ലേ, എരുമപ്പെട്ടിയിലെ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കൊരട്ടിക്കരയിൽ കുറെ കാലം ഫാറൂഖ് ഉസ്താദ് താമസിച്ചു, ആ വീട്ടിലും ഞാൻ പോയിട്ടുണ്ട്. പഴുന്നാനയിലെ ഇവിടെ തറവാട്ടിലും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോവാത്ത ഒരു വീട്ടിലും അവിടുന്ന് താമസിച്ചിട്ടില്ല. പള്ളപ്പെട്ടിയിൽ മജ്‌ലിസ് തുടങ്ങുന്ന ദിവസം തന്നെ ഉദ്ഘാടന വാദ നടത്തിയത് എന്നെ കൊണ്ടാണ്. അങ്ങനെ ഏത് പരിപാടി എപ്പോഴെങ്കിലും എപ്പോഴും എന്നെ വിളിക്കും. പ്രമുഖമായ ഏത് സിയാറത്തിന് പോകുമ്പോഴും എന്നെ കൊണ്ടുപോവാറുണ്ട്. ഞാൻ ഒരുമിച്ചാ പോവാറുള്ളത്. അന്ന് മരണപ്പെടുന്ന സിയാറത്തിന് പോകുമ്പോഴും എന്നെ വിളിച്ചതാണ്. പക്ഷേ എനിക്കന്ന് ധൃതി പിടിച്ച വാളിന്റെ മജ്‌ലിസുള്ളത് കൊണ്ട് പോവാൻ പറ്റിയില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹിബ്ബുൽ ഔലിയാണ് ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ്. ഔലിയാക്കളെ പ്രിയം വെച്ചവരാണ്. വലിയുല്ലാഹി ഖുത്ബുൽ ആലം സിയം വലിയുല്ലാഹിയുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. അന്തർപ്പാപ്പയുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. വരവോര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തില്ലേ ഇപ്പോ? ഞാനിവിടെ വന്നപ്പോൾ അഷ്റഫ് ഉസ്താദ് ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന്, ഉസ്താദ് ഇതെന്ന് പ്രകാശനാണെന്ന് വായിക്കണം. സമയമില്ല, ഒരൊറ്റ വരിയെ ഞാൻ വായിച്ചു നോക്കിയുള്ളൂ. കണ്ടതെന്താണ്? മഹാനായിരിക്കുന്ന വരവൂര് മരിച്ചു കിടക്കുന്ന മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അജീദ് വലിയ ദർജയിലെത്തിയ മഹാനാണ്. ഈ പന്നിത്തടം ജുമാഅത്ത് പള്ളി ഞാനാ പഠിക്കുന്ന 80കളുടെ കാലം ഔലിയാക്കളുടെ കേന്ദ്രമായിരുന്നു. ആ പന്നിത്തടം ജുമാഅത്ത് പള്ളിയിലെ കൊച്ചുക്കോയ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് കിടക്കുന്ന ആളായിരുന്നു വരവൂര് മസ്താൻ. മറ്റൊരാളായിരുന്നു യാഫത്താഹ് അബ്ദുറഹിമാൻ മുസ്ലിയാര്. മറ്റൊരാളായിരുന്നു കല്ലൂര് മസ്താൻ. മറ്റൊരാളായിരുന്നു വടിവീശി നടക്കുന്ന ബാബ മുസ്ലിയാര്. അക്കാലത്തൊരു 5-8 ഔലിയാക്കന്മാര് ദിവസേന പന്നിത്തടം പള്ളിയിൽ വരും. നേരം വെളുക്കോളം കിതാബുകൾ മുത്താലഅത്ത് ചെയ്ത് ബൈത്തിയ
ചൊല്ലിയിരിക്കും. ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു അന്ത്രുപ്പാപ്പയോ, ആ കൂട്ടത്തിലുള്ള ആളായിരുന്നു വരവൂര് മുഹമ്മദ് കുട്ടി മസ്താനുപ്പാപ്പയോ, ആ കൂട്ടത്തിലുള്ള അതിന്റെ മുൻഗാമിയായിരുന്നു കിടങ്ങൂരിൽ മരിച്ചു കിടക്കുന്ന വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഇടക്കിടക്ക് മഹാനായ ഫാറൂഖ് ഉസ്താദിന് സലാം പറഞ്ഞയക്കാറുണ്ട്, വിഷയം ചോദിക്കാറുണ്ട്. ഈ പുസ്തകത്തിലുണ്ട്. വരവൂര് മസ്താനുമായി ഒരു 30 കൊല്ലത്തെ ബന്ധം ഈ സാധുവിനുണ്ട്. പഴുന്നാനയിൽ വരവൂര് മസ്താൻ ഇരിക്കുന്ന കാലം ഞാൻ പന്നിത്തടത്ത് മുത്തഅല്ലിമാണ്. പിന്നീടുള്ള എല്ലാ സമയങ്ങളും മരണത്തിന്റെ തലേ ദിവസം വരെ മസ്താനുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. മരിക്കാൻ കിടക്കുന്ന തലേ ദിവസം ഞാനൊന്ന് സന്ദർശിക്കാൻ ചെന്നപ്പോ വരവൂര് മസ്താൻ എന്നോട് ചോദിച്ചത്, മുസ്ലിയാരെ, നിങ്ങൾ കുറെ കാലായാലോ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് എന്താ എൻ്റെ അടുത്തുനിന്ന് വല്ല ഗുണം കിട്ടിയോ? ഇനി അധിക കാലം നിങ്ങൾ ഇവിടെ വരേണ്ടി വരില്ല, ഞാൻ അത് ലോകത്തുനിന്ന് വിട പറയാൻ പോകുകയാണ്. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ വിട പറയാൻ പോകുന്നു എന്ന് അവിടുന്ന് വേണ്ടപ്പെട്ടവരോടൊക്കെ വസിയത്ത് പറഞ്ഞിട്ടാണ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ഒരു ദിവസം ഞാൻ അവിടെ ഇങ്ങനെ ചെന്നിരിക്കുമ്പോ വരവൂരുപ്പാപ്പ എന്നോട് ചോദിച്ചു, മൂല്യരുടെ കയ്യിൽ കായുണ്ടോ ചോദിച്ചു. അവൻ്റെ പറഞ്ഞു, കുറച്ച് പൈസ ഉണ്ട്. എത്ര ഉണ്ട് ചോദിക്കും, കണക്ക് ചോദിക്കും. ചോദിച്ചത് നുണ പറഞ്ഞാൽ ഉള്ള കണക്ക് പറയും ചെയ്യും. ഒരു വലിയ മുതലാളിനെ ഒരു ദിവസം ഞാൻ വരവൂരുപ്പാപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അയാളോട് ഉപ്പാപ്പ ചോദിച്ചു, എത്ര പൈസ വല്ലതും ഉണ്ടോ ഉണ്ട് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നുമില്ല. കയ്യിലില്ല, മന്തിക്കാണല്ലോ, മജാദ് ആണല്ലോ. അപ്പൊ ഉപ്പാപ്പയാണെങ്കിൽ നല്ലോണം ഓതി പഠിച്ച ആളാ. വരവൂര് മസ്താൻ കേവലം മോമുട്ടി അല്ല കേട്ടോ. വരവൂര് മസ്താൻ എവിടെ ഓതി പഠിച്ചത്? ഇവിടെ വടക്കേക്കാട് അവിടെ വലിയ തറവാട്ടിലെ പേരുകേട്ട ആലിമീങ്ങളിൽ നിന്ന് ഓതിപ്പടിച്ച ആളാണ് വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ്. ആ മസ്താൻ പറഞ്ഞു, എൻ്റെ വീട്ടില് പെട്ടീൻ്റെ ഉള്ളില് 35,000 റുപ്യ ഇരിക്കുന്നുണ്ട്, അതിനൊരു 5,000 ഉണ്ട് തന്നാളെ പറഞ്ഞു. ഇവൻ ഞെട്ടിത്തെറിച്ചു പോയി. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവർ കേട്ടോ. അതാണ് ഔലിയാക്കള്. ആ വരവൂര് മസ്താൻ വലിയ മഹാനാണ്, ആ കാര്യത്തിൽ സംശയം വേണ്ട. വേറൊരു ദിവസം എന്നോട് പറഞ്ഞു, അവ 100 റുപ്യ ഉണ്ടോ ചോദിച്ചു. എന്നോട് ഉണ്ട് പറഞ്ഞു. ആ 100 റുപ്യ ഞാൻ കൊടുത്തു. ഈ 100 റുപ്യ അദ്ദേഹത്തിന് തിന്നാനല്ല, നേരെ ചോറ് ഭക്ഷണം ഹയാത്ത് കാലത്ത് കേൾക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഈ 35 കൊല്ലം അടുപ്പുള്ള ആ സമയത്ത് നല്ലൊരു തുണിയും കുപ്പായം എടുത്തത് കണ്ടിട്ടില്ല, നല്ലൊരു ഫുഡ് കഴിക്കണമെന്നും പറ്റില്ല. അദ്ദേഹം ചെല്ലിയിരുന്ന പല ദിക്ർ, അക്കും മുക്കും സക്കും കുംഭം ഇങ്ങനെയൊക്കെ ദിക്ർ. അപ്പൊ എനിക്ക് തോന്നിയത്, ഇത് എന്ത് ദിക്റ പഠിച്ചോനിപ്പത്? പക്ഷെ എനിക്ക് ആ ദിക്ർ വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ ചെല്ലിയ ദിക്റിന്റെ രഹസ്യം മനസ്സിലായത് ഞാൻ ഷാദുലി തരീഖത്തുമായി ബന്ധപ്പെട്ട് ഷാദുലി മജ്ലിസിൽ പോയപ്പോഴാണ്. കഴിഞ്ഞ 5-4 കൊല്ലമായി മുടങ്ങാതെ ഞാൻ പരപ്പനങ്ങാടിയില് അബ്ദുസ്സലാം ബാക്കവി നേതൃത്വം നൽകുന്ന ഷാദുലി ഹദറയിൽ പങ്കെടുക്കാറുണ്ട്. നാളെയാണ് അവിടെ ഷാദുലി ഹദറ പരപ്പനങ്ങാടി ചെറുമംഗലത്ത്. മുടങ്ങാതെ ഞാൻ പോവാറുണ്ട്. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് അന്ന് തിരക്ക് പിടിച്ച വയതായതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ ഷാദുലി ഹദറൊക്കെ പോകാറുണ്ട്. അതിൽ ചെല്ലുന്ന ചില അംഫാസിയായ ദിക്റുണ്ട്. ആ ദിക്റാണ് വരവൂര് പാപ്പ അവിടെ ചെല്ലിയത് എന്ന് ഷാദുലിക്ക് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവരുടെ ദിക്റുകൾ എത്ര വലിയ ദിക്റാണ്. അപ്പൊ 100 റുപ്യ ഉണ്ട് പറഞ്ഞപ്പോ ആ 100 റുപ്യ ഉണ്ട് കേട്ടു പറഞ്ഞു. ആ 100 റുപ്യ മേടിച്ച് വേറെ ആൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു എന്നോട്, മൊയ്ലിയാരെ, ഇവിടെ പണം പറക്കണ ഒരു ദിവസം വരും. ഇവിടെ ഈ വരവൂര് പണം പറക്കണ ദിവസം വരും. ഇന്ന് ഞാൻ ഉച്ചക്ക് വരവൂര് മസ്താൻ ഉപ്പാപ്പാടെ മഖബറ സിയാറത്ത് ചെയ്തിട്ടാ വരുന്നത്. ഇന്ന് ഉച്ചക്ക് ഞാൻ അവിടെ ചെന്നപ്പോ മഖബറിന്റെ ഉള്ളിൽ AC പിടിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കാൻ അൽഹംദുലില്ലാഹ്. അങ്ങോട്ട് അടുക്കാൻ നിർവാഹമില്ല, ജനലക്ഷങ്ങൾ കൂടി നിൽക്കുകയാണ്. അജ്മീറിൽ കൊടുക്കുന്ന പോലെ ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല ചോറും
ഉണക്കമീന്റെ കറിയും. അജ്മീറിൽ കഞ്ഞിയല്ലേ? ഇവിടെ അജ്മീർ ഖാജാടെ മുരീദിന്റെ മുരീദാണ് വരവൂർ മസ്താൻ. അജ്മീർ ഖാജ പാപ്പാടെ മുരീദാണ് വലിയുള്ളാഹി ബീരാനൗലിയ പാപ്പ. അമ്പങ്കുന്ന് മണ്ണാർക്കാട് അമ്പങ്കുന്ന് മറവിട്ട് കിടക്കുന്ന ബീരാനൗലിയ. നിങ്ങൾ അജ്മീറിൽ സിയാറത്തിന് മുമ്പ് കാണാം. അവിടെ മലബാർ ഹൗസ് എന്ന് പറഞ്ഞൊരു കെട്ടിടമുണ്ട്. അത് ഉണ്ടാക്കിയത് ആരാ? ബീരാനൗലിയ പാപ്പയാണ്. ആ ബീരാനൗലിയയുടെ കൂടെ 20 കൊല്ലം കെട്ടും പാണ്ടും ചുമന്നുകൊണ്ട് നടന്ന ആളാണ് വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ എന്നാ എന്നെ അങ്ങനെ വിളിക്കുക, ഞങ്ങള് കുടുംബക്കാരുവാ, പാപ്പാന്റെ തറവാട്ടുകാരനാണ്. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മൊയ്ലിയാരെ ആ ബീരാനൗലിയുടെ കൂടെ കുറെ കാലം ഞാൻ കെട്ടക്കേറ്റ് നടന്നു. എന്താ എനിക്കതിന് ഭാഗ്യം ഉണ്ടായില്ല മൊയ്ലിയാരെ. മൂപ്പർ അങ്ങനെ പറയാം, എനിക്കതിന് ഭാഗ്യം ഉണ്ടായില്ല മൊയ്ലിയാരെ. അദ്ദേഹം വലിയ മഹാനാണ്. ആ വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ മുടങ്ങാതെ സലാം പറഞ്ഞയക്കുന്ന ആളാണ്. മഹാനായിരിക്കുന്ന ഫാറൂഖ് ഉസ്താദ്. പിന്നെ ഈ ഉസ്താദ് എന്നുള്ള പേര് എങ്ങനെ കിട്ടി? മൂപ്പര് എവിടെയും ദർശലോദിയത് എൻ്റെ അറിവിലില്ല. ആര്? ഫാറൂഖ് ഉസ്താദ് ഇല്ല, എൻ്റെ അറിവില്ല. ഞാൻ ഇപ്പം ചെറുപ്പകാലത്തെ ഉടനെയൊക്കെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഒരു മുത്താലിമായി ഓതി പഠിക്കാൻ പോയ ചരിത്രമില്ല. എന്നാൽ അദ്ദേഹത്തിന് ഏറ്റ പഠിക്കണ്ട ഇതായിരിക്കണം നല്ല ബെയ്ത്ത്. അല്ലാഹ്, ഞാൻ പന്നിത്തടത്ത് പഠിക്കുമ്പോഴേ അഷറക്കൊക്കെ ചെല്ലിയുണ്ടല്ലോ, അല്ലാഹ് ബുർദൊക്കെ ഒന്ന് ചെല്ലിച്ചോക്കി നിങ്ങൾ ആലിയാജിനെ കൊണ്ട്. നല്ല ഇശലാണ്, മനോഹരമായ ഇശലാണ്. അദ്ദേഹം അത്യാവശ്യമൊക്കെ കുറച്ചൊക്കെ ഓതി പഠിക്കുകയും ഇവരുടെ കൂട്ടത്തില് ഇൽമുമായി തഅല്ലുഖുള്ള ഏറ്റവും വലിയ ആള് ആലി ഹാജിയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. ഇവരുടെ ഒരു സഹോദരൻ നേരത്തെ തന്നെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, മുത്തു. അദ്ദേഹം മരിച്ചുപോയി, ചെറുപ്പത്തിലെ മരിച്ചുപോയി. നല്ല ആരോഗ്യമുള്ള സമയത്ത് ഒരു രോഗം പിടിപെട്ട് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫാറൂഖ് ഉസ്താദ് എന്ന് വിളിച്ചപ്പോൾ എന്നോട് 1-2 ആൾക്കാർ അങ്ങനെ സംശയം ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദ് അല്ലാത്ത ആളെ ഉസ്താദ് എന്ന് വിളിക്കാൻ പറ്റുമോ? വടകര മുഹമ്മദ് ഹാജി തങ്ങൾ എന്ന് പറയാറുണ്ട്. വടകര മുഹമ്മദ് ഹാജി തങ്ങളല്ല, വടകര മുഹമ്മദ് ഹാജി തന്നെ. ഈ തങ്ങൾ എന്നുള്ളത് എങ്ങനെ വന്നു? അത് തഅദീമിന്റെ വിളിയാണ്. ഇപ്പോ കെടങ്ങൂര് മരിച്ചു കിടക്കുന്ന വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി തങ്ങൾ, കുഞ്ഞുട്ടി മസ്താൻ തങ്ങളാണോ? അല്ല, കുഞ്ഞുട്ടി മസ്താൻ തങ്ങളല്ല, അഹ്ലു ബൈത്തല്ല, മലബാരി തന്നെ. പിന്നെ തങ്ങൾ എങ്ങനെ വന്നു? ആ തങ്ങൾ എന്ന് പറയാൻ കാരണം ഈ കൊച്ചുക്കോയ തങ്ങളുടെ തറവാട് കിടന്നിരുന്നത് മരത്തങ്കോടാണ്. അവരന്ന് മരത്തങ്കോട്ടെ തങ്ങന്മാരി എന്നാണ് അറിയപ്പെടുക. ആ തങ്ങന്മാരുമായി വളരെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് നിങ്ങളെ ഞങ്ങൾ തങ്ങളാക്കി എന്ന് കൊച്ചുക്കോയ തങ്ങളും അവരുടെ പിതാവും പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ നിന്നും. അപ്പാണ് വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി തങ്ങൾ. മഹാനായിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും അറിയപ്പെട്ട ഒരു തങ്ങളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? കുമ്പോൾ തങ്ങന്മാര് കേട്ടിട്ടില്ലേ? പടുത്ത് സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോൾ ജിഫിരി മുത്തുക്കോയ തങ്ങള് ചെന്നിട്ട് ആദ്യം സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്തത് കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ ഉപ്പാപ്പാനെ കൊണ്ട. അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആമീൻ. കഴിഞ്ഞ 30 കൊല്ലമായി ഞാനും തങ്ങളും ആ കുടുംബവുമായി അഭേദ്യമായ ബന്ധം കഴിഞ്ഞ ആഴ്ചയും തങ്ങളുമായി വിളിച്ച് ഓൺലൈനിൽ സംസാരിച്ചു. എനിക്കൊന്ന് അങ്ങോട്ട് വരണം, കാണണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മുഹറം 10 കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴാണ് ഞാൻ കുറച്ച് ഫ്രീ ആവുക, അപ്പോൾ നമുക്ക് വിശാലായി കാണാൻ നിങ്ങൾ അപ്പോൾ വരിയെന്ന് എന്നോട് തങ്ങളവറുകൾ പറയുകയും ചെയ്തു. ആ കുമ്പോൾ സാദാത്യങ്ങൾ സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഞാൻ തങ്ങളുപ്പാപ്പാനെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് തങ്ങളുടെ ഉമ്മ ഹയാത്തിലുള്ള കാല ഉമ്മ മരിച്ചുപോയി. എന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ ചെറുപ്പാണ്, വയതിന് പോയതാ കാസർഗോഡ്. തങ്ങളുടെ വീട്ടിലകത്തി എന്നപ്പോൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് ഇങ്ങനെ കാണണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഉമ്മ ഇന്ന് വരെ ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ല കേട്ടോ, അതിഷ്ടത്തിൽ ആദ്യം നിങ്ങളെ കാണുക എന്ന് പറഞ്ഞു. ഒറ്റ നോട്ടേ കണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് മാറിയിരുന്നു. എനിക്ക് 2000 രൂപ തന്നു, ഉസ്താദ് ഏത് കയ്യിൽ വെച്ചോ. കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളുടെ ഉമ്മ എനിക്ക് 2000 രൂപ തന്നു, ഉസ്താദ് ഇത് കയ്യിൽ വെക്കണം പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പാപം കോയ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ തങ്ങളല്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ തങ്ങന്മാരുടെ കൂടെ കൂട്ടി. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരോട് സാദൃശ്യമായോ അവൻ അവനിൽപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്നെ പ്രിയം വെച്ചോ അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അപ്പോൾ അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചവർ അഹ്ലു ബൈത്തിന്റെ അങ്ങനെ ഉസ്താദുമാരുടെ കൂടെ ബന്ധപ്പെട്ട് ഔലിയാക്കളുമായി തഅല്ലുഖായപ്പോൾ തഅദീമിന് വേണ്ടി അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിളിക്കാം.
പിന്നെ ഇപ്പോൾ ഉസ്താദാവണമെങ്കിൽ സനത് പഠിക്കണമെന്നുണ്ടോ? മൻ തഅല്ലമ ഹർഫൻ ഫഹുവ മൗലാ. അതാ ഉസ്താദിന്റെ കൺസെപ്റ്റ്. ഒരാൾ ഒരക്ഷരം മറ്റോന് പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അവന്റെ ഉസ്താദാ. നിങ്ങൾ കണ്ടോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു? ആരാണ് ഇമാമുനാ ഷാഫി തങ്ങള്? 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കം കാണാതെ പഠിച്ച മഹാനാണ് ഷാഫി ഇമാം തങ്ങള്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ 6666 അതിന്റെ അർത്ഥം കാണാതെ പഠിച്ച മഹാനാണ് ഷാഫി തങ്ങള് റളിയല്ലാഹു അൻഹു. നമ്മളിപ്പോൾ അഷ്റഫ് ഉസ്താദ് ഇവിടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതിൽ ഉന്നത വിജയം നേടിയ മക്കൾക്കാണ് നമ്മളിവിടെ അവാർഡ് കൊടുത്തത്, അവരെ ആദരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ നല്ല ഹാഫിളായി മർക്കസ് ശൈഖുന സുൽത്താനുല്ലമയുടെ കയ്യിൽ നിന്ന് സനത് വാങ്ങിക്കുന്ന ഫോട്ടോ അതൊക്കെ കാണിച്ചു, നമ്മളോട് വിവരം പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ ആദരിച്ചു. ഇവിടെ ധാരാളം കുട്ടികൾ ഹിഫ്ദിന് പഠിക്കുന്നുണ്ട്, ധാരാളം കുട്ടികൾ ശരീഅത്ത് ദഅവയിൽ പഠിക്കുന്നുണ്ട്. അല്ലാഹു തആല ഇവർക്കൊക്കെ നല്ല ഹാഫിദീങ്ങളും മുഖറബിയായ ആലിമീങ്ങളുമായി നീ കബൂലാക്കണേ അല്ലാഹ്. ഇവരുടെ ഇൽമിലും ഞങ്ങളുടെ ഇൽമിലും ഞങ്ങളുടെ തദ്രീസ് തഅലീമിലും നീ വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്.